കടുവാഭീതി ഒഴിയാതെ വയനാട് പഞ്ചാരക്കൊല്ലി നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലാൻ കൂടുതൽ സജീവമായി വനംവകുപ്പ്. 80 അംഗ RRT 10 സംഘങ്ങളായി കടുവയെ പിടികൂടാൻ പ്രദേശത്ത് തെരച്ചിൽ ശക്തമാക്കും. കടുവാ സാന്നിധ്യമുള്ള പ്രദേശങ്ങളായ പഞ്ചാരക്കൊല്ലി, മേലേച്ചിറക്കര, പിലാക്കാവ്, 3 റോഡ് ഭാഗം, മണിയംകുന്ന് ഭാഗങ്ങളിൽ ഇന്നു മുതൽ 48 മണിക്കൂർ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. രതീഷ് വാസുദേവനുണ്ട് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി. രതീഷ്, നമുക്കറിയാം ഇന്നലെ ഇപ്പോൾ ഈ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടോ? കടുവയെ കണ്ടാൽ ഉടനെ വെടിവെക്കുക എന്നുള്ളതാണോ വനംവകുപ്പിന്റെ തീരുമാനം? ഒപ്പം ഈ കർഫ്യൂ അതിനോട് ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതിൽ തീർച്ചയായും വലിയ തരത്തിലുള്ള ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനമാണ് വനംവകുപ്പ് ഇന്നു മുതൽ ആരംഭിക്കുന്നത്. കാരണം നരഭോജി കടുവയാണെന്ന് പ്രഖ്യാപിക്കുകയും കടുവയെ വെടിവെച്ച് കൊള്ളാനുള്ള എല്ലാ തരത്തിലുള്ള തീരുമാനവുമായതിനെ തുടർന്നാണ് ഇപ്പോൾ ഇന്ന് ദൗത്യം ആരംഭിക്കുന്നത്. അല്പസമയങ്ങൾക്കുള്ളിൽ പ്രത്യേക ദൗത്യ സംഘം, RRT സംഘം, 80 അംഗങ്ങൾ വരുന്ന സംഘം 10 ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ടാണ് ഈ പ്രവർത്തനം ആരംഭിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കടുവയെ ഈ തെർമൽ ഡ്രോണൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പ്രദേശങ്ങളിലായിരിക്കും ഈ 8 അംഗ സംഘം വിവിധ ഇടങ്ങളിൽ ക്രമീകരിച്ച് അവിടേക്ക് എത്തുക. അതുകൊണ്ട് തന്നെയാണ് ഈ കടുവയെ വെടിവെച്ച് കൊല്ലാൻ തീരുമാനിച്ചു എന്ന അസാധാരണ ആ തീരുമാനത്തോടു കൂടി തന്നെയാണ് വനംവകുപ്പ് ഇപ്പോൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നത്. മറ്റു സമയങ്ങളിൽ മയക്ക് വെടിവെച്ച് പിടിക്കുക അല്ലെങ്കിൽ കൂടിൽ പിടിക്കുക തുടങ്ങിയ കാര്യങ്ങളായിരുന്നു വനംവകുപ്പിന് ഏറ്റവും അനുഗുണമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ സാങ്കേതിക തടസ്സങ്ങളൊക്കെ മാറിക്കൊണ്ട് ഇപ്പോൾ നരഭോജിയായ കടുവയെ വെടിവെച്ച് കൊല്ലുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയതോടെ ദൗത്യസംഘം കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ സംഘങ്ങൾ വനാതിർത്തിയിലും ഉൾവനങ്ങളിലേക്ക് ഉൾപ്പെടെ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയ മേഖലകളിൽ ഇപ്പോൾ രാവിലെ തന്നെ എത്തും. അല്പസമയം 8 മണിക്കുള്ളിൽ പൂർണ്ണമായും ഈ എല്ലാ സംഘങ്ങളും എത്തുമെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കടുവയെ വെടിവെച്ചുകൊള്ളുന്ന പശ്ചാത്തലത്തിൽ ഈ ജനാവാസ പ്രദേശങ്ങളിലേക്കൊക്കെ ഒരുപക്ഷെ ഈ വെടിവെച്ച കടുവ അല്പസമയം ഈ പ്രദേശങ്ങളിലൊക്കെ കറങ്ങാനും ഓടാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കൂടെ പരിഗണിച്ചാണ് ഈ കർഫ്യൂ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആളുകളോട് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ജനസാന്നിധ്യം ഇത്തരത്തിലുള്ള ഈ ഓപ്പറേഷനെ, ഈ ആക്ഷനെ തടസ്സപ്പെടുത്തും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും മുൻകരുതലുകളും ദൗത്യസംഘം എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഏതു വിധേനയും കടുവയെ പിടികൂടുക എന്ന അന്തിമ ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ ഇന്ന് ദൗത്യസംഘത്തിന് ചുമതലയിലുള്ളത്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട തെരച്ചിലും മറ്റു പ്രവർത്തനങ്ങളും ആരംഭിക്കും. RRT സംഘം ബേസ് ക്യാമ്പിൽ അല്പസമയങ്ങൾക്കുള്ളിൽ പൂർണ്ണമായ സംഘങ്ങൾ എത്തിത്തരും. അതിനുശേഷമായിരിക്കും തീരുമാനങ്ങൾക്ക് അനുസരിച്ച് വിവിധയിടങ്ങളിലേക്ക് അവർ എത്തുക. എന്തായാലും ജനങ്ങൾ ഇന്നലത്തെ 2 ദിവസത്തെ പ്രതിഷേധവും ഒക്കെ കഴിഞ്ഞ ദിവസം മന്ത്രിയൊക്കെ വന്നപ്പോഴുള്ള പ്രതിഷേധമൊക്കെ പരിഹരിച്ച് മന്ത്രിയുടെ നേരിട്ടുള്ള ഉറപ്പിൽ ജനങ്ങൾക്ക് വിശ്വാസമാണ്. അവർക്കിപ്പോൾ ഒരു പകുതി ആശ്വാസമുണ്ട്. കടുവയെ കൊല്ലണമെന്ന അവരുടെ ആദ്യ ഡിമാൻഡ് ഇപ്പോൾ സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു. നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇപ്പോൾ ദൗത്യസംഘം മുന്നോട്ട് പോകുന്നത്. ജനങ്ങളുടെ സഹകരണം എന്തായാലും ഇതിലുണ്ട്. ഇപ്പോൾ കർഫ്യൂവിനോട് ജനങ്ങൾ സഹകരിക്കുന്നുണ്ട്. പോലീസ് കൂടുതൽ ഈ പ്രദേശങ്ങളിൽ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൗത്യം ഇന്ന് പൂർത്തിയാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. വനംവകുപ്പിന് അത് കഴിയും എന്ന് തന്നെയാണ് ദൗത്യസംഘത്തിൻ്റെ തലവൻ, ഈ RRTയുടെ ഒക്കെ തലവനായ അരുൺ സക്കറിയ പറയുന്നത്. അതുമാത്രമല്ല DFO ഉണ്ട്, അതുപോലെ തന്നെ CCF, KS ദീപ് ഉൾപ്പെടെയുള്ളവർ, ഉന്നത വനപാലകരും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം. ഏതായാലും ദൗത്യസംഘത്തിന് മുന്നിൽ ഇന്ന് നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലുക എന്ന പ്രധാന ദൗത്യം തന്നെയാണുള്ളത്. കടുവ അവരുടെ ലൊക്കേഷനിൽ ഉണ്ട് എന്ന് തന്നെയാണ് അവസാനം വനംവകുപ്പിൻ്റെ അധികൃതർ നമ്മോട് വ്യക്തമാക്കിയത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലുക എന്ന ഒറ്റ ദൗത്യത്തിലേക്ക് ഇന്ന് ഈ 8 അംഗ ദൗത്യസംഘം മാറുന്നു. ഇന്നലെ രാത്രി ഇത്തരത്തിൽ വീണ്ടും ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു എന്നൊക്കെ തരത്തിലുള്ള വിവരങ്ങൾ വന്നിരുന്നല്ലോ. അപ്പോൾ ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാനായിട്ടുണ്ടോ വനംവകുപ്പിന്? അങ്ങനെയാണെങ്കിൽ ആ കേന്ദ്രങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് തന്നെ ആയിരിക്കുമോ ഇന്നത്തെ തിരച്ചിലും? തീർച്ചയായും തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് രാത്രികാലങ്ങളിലാണ് ഏറ്റവും സാധ്യമാവുക. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ, ഈ പഞ്ചാരക്കൊല്ലിയുടെ സമീപ പ്രദേശങ്ങളിൽ, ജനവാസ കേന്ദ്രങ്ങളുടെ അടുത്ത ഭാഗങ്ങളിൽ തന്നെ വനത്തിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ ആത്മവിശ്വാസത്തിലാണ് ഇന്ന് രാവിലെ ദൗത്യസംഘം ഈ പ്രദേശങ്ങൾ വളഞ്ഞ് പരിശോധന നടത്തുക. സായുധരായിട്ടുള്ള സംഘമായിരിക്കും ഉണ്ടാവുക. അവർക്ക് ഓരോ സംഘത്തിനൊപ്പം ഷാർപ്പ് ഷൂട്ടേഴ്സ് ആയിട്ടുള്ള 2 പേർ വീതം ഉണ്ടാവും. അവർ കടുവയെ കണ്ടു കഴിഞ്ഞാൽ ആ സമയം വെടിവെച്ച് കൊല്ലാനുള്ള തയ്യാറെടുപ്പുകളിലാണ് മുന്നോട്ട് പോകുന്നത്. കൂടെ തിരയാനുള്ള സംഘങ്ങളുണ്ടാവും.
ഈ പ്രദേശങ്ങൾ അറിയാവുന്ന പിന്നെ ഗോത്രവിഭാഗത്തിൽപ്പെട്ട വാച്ചർമാരുണ്ടാവും. അങ്ങനെ സമഗ്രമായ രീതിയിലായിരിക്കും ഓരോ 8 പേരടങ്ങുന്ന സംഘവും ഉണ്ടാവുക. അങ്ങനെ 80 അംഗ ടീമാണ് ഇന്ന് തെരച്ചിലിനിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വനപാർക്ക് വലിയ ആത്മവിശ്വാസത്തിലാണ്. വളരെ വൈകാതെ തന്നെ കടുവയെ കണ്ടെത്താനാവുമെന്നും വെടിവെക്കാനാവുമെന്ന് തന്നെയാണ് ഇവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ജനങ്ങളുടെ സഹകരണം ഈ കർഫ്യൂ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ ദൗത്യസംഘത്തിന് ആ രീതിയിൽ ഇടപെടാനും മൂവ് ചെയ്യാനും ഒക്കെ പറ്റും. കടുവയുടെ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ നിന്ന് ജനങ്ങളുടെ സാന്നിധ്യം കൂടുമ്പോൾ ആളുകൾ പുറത്തിറങ്ങുമ്പോൾ വാഹനങ്ങൾ ഓടുമ്പോഴൊക്കെ ഈ കടുവയുടെ സാന്നിധ്യം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കടുവ മറ്റിടങ്ങളിലേക്കോ ഉൾവലങ്ങളിലേക്കോ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിലൊരു മുൻകരുതൽ എന്ന നിലയിൽ കർഫ്യൂ ഉൾപ്പെടെ ഈ പ്രദേശങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും ദൗത്യസംഘത്തിന് മുന്നിൽ ഇനി ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, കടുവയെ വെടിവെച്ച് പിടികൂടുക. ആ ലക്ഷ്യത്തിലേക്ക് അവർ ഏതാണ്ട് അടുത്തു എന്നതാണ്. ഇനി മറ്റു കാര്യങ്ങൾ കടുവയെ കൃത്യമായ ആ രീതിയിൽ ഷൂട്ട് ചെയ്യാനുള്ള സാഹചര്യം കൂടെ ഉണ്ടാവണം. അത്തരം സാഹചര്യങ്ങൾ കൂടി അന്വേഷിക്കുകയാണ് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ദൗത്യസംഘം. എന്തായാലും കടുവ വനംവകുപ്പിൻ്റെ നിരീക്ഷണത്തിൽ തന്നെ ഉണ്ട് എന്നാണ് ഒടുവിൽ നമുക്ക് വനംവകുപ്പ് നൽകുന്ന വിവരങ്ങൾ. ഇനി കടുവയെ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് ദൗത്യസംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആതിര, അതുതന്നെയാണ് കടുവയെ കണ്ടാൽ ഉടൻ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ് ദൗത്യസംഘത്തിൻ്റെ ഇന്നത്തെ ടാർഗറ്റ്. ഈ പറയുന്നത് പോലെ തന്നെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച മേഖലകളിൽ തന്നെയാണ് ഇന്നിപ്പോൾ തിരച്ചിൽ നടക്കുക എന്നുള്ളതാണ്. ഈ തിരച്ചിൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. 80 അംഗ സംഘമാണ് 10 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഇന്നിപ്പോൾ തെരച്ചിലിന് പോവുക. ഷാർപ്പ് ഷൂട്ടേഴ്സ് അടക്കം സംഘത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. കണ്ടാലുടനെ വെടിവെക്കുക എന്നുള്ളതാണ് തീരുമാനം. ഈ പഞ്ചാരക്കൊല്ലിയുടെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ ഇന്ന് കർഫ്യൂവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രതീഷ് വാസുദേവൻ വയനാട്ടിൽ നിന്ന്.